കങ്കുവയുടെ ക്ഷീണത്തിലാണ് നടൻ സൂര്യ. വലിയ പ്രതീക്ഷയോടെ വൻ ബജറ്റിൽ വമ്പൻ ഹൈപ്പിലെത്തിയ കങ്കുവയുടെ തകർച്ച ആരാധകർക്കും താങ്ങാവുന്നതിലും അധികമായിരുന്നു. സൂര്യയുടെ ഒരു തിയേറ്റർ ഹിറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു താരങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുമ്പോഴും സൂര്യയുടെ തിയേറ്റർ ഹിറ്റ് എന്നത് ഇപ്പോഴും ആരാധകരുടെ മോഹഭംഗമായി തുടരുകയാണ്. നിലവിൽ സൂര്യയുടെ കരിയർ ഗ്രാഫിൽ ചെറിയ ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന സൂര്യ ചിത്രങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നവയാണ്. അതിലൊന്ന് തീർച്ചയായും വാടിവാസൽ എന്ന സിനിമ തന്നെയാണ്. പലതവണ മുടങ്ങിപ്പോയെന്ന വാർത്തകൾ പുറത്തുവന്ന സൂര്യ വെട്രിമാരൻ മൂവി. വെട്രിമാരന്റെ സംവിധാനത്തിൽ സൂര്യ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ചിത്രം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ പ്രതീക്ഷയോടെ അപ്ഡേറ്റ്സിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. നോട്ട് എ ടീസർ എന്ന ക്യാപ്ഷൻ നൽകി ഒരു മേക്കിംഗ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിടുക കൂടി ചെയ്തതോടെ ആവേശം ഇരട്ടിച്ചുവെങ്കിലും പിന്നീട് സിനിമയെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് വാടിവാസൽ ഉപേക്ഷിച്ചെന്ന് വരെ വാർത്തകൾ വന്നത്. എന്നാൽ ഇപ്പോൾ സിനിമയുടെ അപ്ഡേറ്റ് പങ്കുവെച്ച് നിർമ്മാതാവ് കലൈപ്പുലി എസ് താനു രംഗത്തെത്തിയിരിക്കുകയാണ്. വാടിവാസൽ തുറക്കുന്നു എന്ന ക്യാപ്ഷനോടെ വെട്രിമാരനും സൂര്യയ്ക്കുമൊപ്പമുള്ള ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന സൂചനയാണിതെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കമന്റ് ചെയ്യുകയാണ്. CS ചെല്ലപ്പയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് വാടിവാസൽ ഒരുങ്ങുന്നത്. ജല്ലിക്കെട്ട് പശ്ചാത്തലമായി വരുന്ന നോവലാണിത്. അച്ഛന്റെ മരണത്തിന് കാരണമായ കാളയെ ജല്ലിക്കെട്ടിൽ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്ന പിച്ചി എന്ന നായകനായിട്ടാണ് ചിത്രത്തിൽ സൂര്യ എത്തുന്നത്. വി ക്രിയേഷൻസിന്റെ ബാനറിൽ GV പ്രകാശ് കുമാർ സംഗീതം നൽകുന്ന സിനിമയുടെ ഛായാഗ്രഹണം R വേൽരാജ് ആണ് നിർവഹിക്കുന്നത്. അതുപോലെ റെട്രോ ആണ് ഇനി റിലീസിനൊരുങ്ങുന്ന സൂര്യ ചിത്രം. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ജോജു ജോർജും ചിത്രത്തിലുണ്ട്. പൂജ ഹെഗ്ഡെയാണ് റെട്രോയിലെ നായിക. മെയ് 1 ഈ ചിത്രം റിലീസാകുന്നത്. എന്തായാലും കരിയറിലെ ഉയർച്ച താഴ്ചകൾ സൂര്യയ്ക്ക് പുതിയ കാര്യമല്ല. സൂര്യ എന്ന ബ്രാൻഡ് സംഭവിച്ചത് മുരുകദോസിന്റെ ഗജനിയിലൂടെയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഗജനി വലിയ തരംഗമായി മാറിയിരുന്നു. ഇതോടെ സൂര്യയുടെ താരമൂല്യം കുത്തനെ ഉയരുകയായിരുന്നു. സിലിണ്ടർ കാതൽ, വാരണമായിരം, അയൻ, രക്തചരിത്ര, ഏഴാം അറിവ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ ഗെറ്റപ്പുകൾ ട്രൈ ചെയ്യാനുള്ള സൂര്യയുടെ ധൈര്യവും ശ്രദ്ധേയമാവുകയും ഇത് ആരാധകരുടെ വർധനയ്ക്കും താരമൂല്യം കൂടുതൽ ഉയരുന്നതിനും കാരണമാവുകയും ചെയ്തിരുന്നു. സിംഗം 2ാം ഭാഗം മുതലാണ് സൂര്യയുടെ കരിയർ ഗ്രാഫിൽ വലിയ വ്യതിയാനം ഉണ്ടാകുന്നത്. സിനിമ വാണിജ്യപരമായി വിജയമായിരുന്നുവെങ്കിലും സൂര്യയിലെ നടിപ്പിൻ നായകനെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് അതൊരു വലിയ നിരാശയാണ് സമ്മാനിച്ചത്. പിന്നീട് വന്ന അഞ്ചാൻ, മാസ്, താനാ ചേർന്ന കൂട്ടം, 24, MGK, കാപ്പാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ചിലത് വാണിജ്യപരമായി വിജയിച്ചുവെങ്കിലും ഒട്ടേറെ വിമർശനങ്ങൾക്കും കാരണമായി. പിന്നീട് സുധാ കൊങ്കര ഒരുക്കിയ സൂര്യ റിപ്പോർട്ടറിൽ നെടുമാരൻ എന്ന കഥാപാത്രമായി സൂര്യ പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു. 25 വർഷം നീണ്ട കരിയറിനൊടുവിൽ സൂര്യയെ തേടി ദേശീയ പുരസ്കാരം എത്തിയത് 47ാം പിറന്നാളിന്റെ തലേ ദിവസമായിരുന്നു. തുടർന്ന് 2021 പുറത്തിറങ്ങിയ ജയ് ഭീമും നാഷണൽ ലെവലിലാണ് ശ്രദ്ധ നേടിയത്. ഇതിനു പിന്നാലെ റോളക്സ് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഗംഭീരമായിരുന്നു. അതിഥി വേഷമായിട്ട് പോലും സൂര്യയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി റോളക്സ് മാറി. പിന്നാലെ വന്ന കങ്കുവയിലായിരുന്നു ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും. പക്ഷേ ആ പ്രതീക്ഷ നിറവേറ്റാൻ സൂര്യയ്ക്കായില്ല. അതിന്റെ നിരാശ അല്പമൊന്നുമല്ല ആരാധകർക്കുള്ളത്. എന്തായാലും വരാനിരിക്കുന്ന വാടിവാസലും റെട്രോയും സൂര്യയ്ക്ക് തിയേറ്റർ ഹിറ്റ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനു പിന്നാലെ എത്താൻ സാധ്യതയുള്ള ലോകേഷ് കനകരാജ് ചിത്രങ്ങളിലെ പ്രകടനങ്ങളും പഴയ സൂര്യയെ ആരാധകർക്ക് തിരികെ നൽകിയേക്കും.